പടച്ചവനെ നിങ്ങളുടെ നാടും ഈ കേരളവും ഒരു കള്ളനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. പ്രത്യേകിച്ച് കൊണ്ടോട്ടിയുടെ പരിസരക്കാര് നമ്മളൊന്ന് ചിന്തിക്കടോ. ഒരു പെണ്ണിനെ കൊന്നത് മുജീബ് എന്ന് പറയുന്ന ഒരു മുസ്ലിമല്ലേ? എന്ത് ക്രൂരതയാണോ! ശരീരത്ത് കിടക്കുന്ന സ്വർണത്തിന് വേണ്ടി കൊലപാതകങ്ങളെ നടത്തുന്നവരില്ലേ? കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരില്ലേ? എന്തെല്ലാം വൃത്തികെട്ട സ്വഭാവമാ സഹോദരാ! ഈ സമുദായത്തിന് നാണക്കേടല്ലേ? അല്ലാഹുവേ, ഈ ഉമ്മത്തിനെ കാക്കണേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരെ കടന്നു വരികയാണ്. ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത നിങ്ങൾക്കറിയുമോ? അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. നബി തങ്ങളുടെ മുമ്പിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ, എന്തു പറ്റി ഉമറേ? എന്തിനാ കരയുന്നതെന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവന്റെ കരച്ചിൽ കേട്ടപ്പോ, അവന്റെ ദുആ കേട്ടപ്പോ അറിയാതെ കരഞ്ഞതാ നബിയേ. ആരാ റസൂലുള്ളാഹിയോട് പറയുന്നതെന്നറിയുമോ? കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളെ കരയിപ്പിച്ച ചെറുപ്പക്കാരനാരാ? നബി തങ്ങൾക്ക് കാണാൻ ആഗ്രഹമായി. വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു, വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുവന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മോനെ, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? നബിയേ, ഞാനൊരു പാപിയാ നബിയേ, ഒരുപാട് തെറ്റ് ചെയ്തവനാ നബിയേ. എന്റെ ജീവിതത്തിൽ എന്റെ സ്വഭാവം എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിഞ്ഞു നിസ്കരിച്ചു പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കിയിട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോ ഞാൻ ആ കബറിന്റെ മുകളിൽ ഒരടയാളം വെക്കും നബിയേ. എന്നിട്ട് എല്ലാവരും രാത്രി കിടന്നുറങ്ങുമ്പോ ഞാൻ അടയാളം വെച്ച കബറിന്റെ ചാരത്ത് നിന്നിട്ട് മണ്ണുകൾ വെട്ടിമാറ്റി പലകയെടുത്ത് മാറ്റി ആ കബറിനകത്തിറങ്ങിയിട്ട് ആ മയ്യത്തിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണി ഞാനങ്ങടിച്ചെടുക്കും നബിയേ. എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ഞാനത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി കിട്ടുന്ന പൈസയ്ക്ക് ജീവിക്കുന്ന കള്ളനാ നബിയേ, ഞാൻ കള്ളനാ നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, മയ്യത്തിന്റെ കഫം തുണി മുട്ടിക്കുന്ന കള്ളനാ. അവിടെന്ന് പറയുകയാ, എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന മയ്യത്തിൽ അധികവും നഗ്നരാ നബിയേ, ഞാൻ അവരുടെ കഫം തുണി മുട്ടിക്കുന്ന കള്ളനാണ്. പടച്ചവനെ, നിങ്ങളുടെ നാടും ഈ കേരളവും ഒരു കള്ളനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. പ്രത്യേകിച്ച് കൊണ്ടോട്ടിയുടെ പരിസരക്കാര് നമ്മളൊന്ന് ചിന്തിക്കടോ. ഒരു പെണ്ണിനെ കൊന്നത് മുജീബ് എന്ന് പറയുന്ന ഒരു മുസ്ലിമല്ലേ? എന്ത് ക്രൂരതയാണോ! ശരീരത്ത് കിടക്കുന്ന സ്വർണത്തിന് വേണ്ടി കൊലപാതകങ്ങളെ നടത്തുന്നവരില്ലേ? കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരില്ലേ? എന്തെല്ലാം വൃത്തികെട്ട സ്വഭാവമാ സഹോദരാ! ഈ സമുദായത്തിന് നാണക്കേടല്ലേ? അല്ലാഹുവേ, ഈ ഉമ്മത്തിനെ കാക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരൻ പറയുകയാ, ഞാൻ ജനാസയുടെ കഫം തുണി മൂട്ടിക്കുന്ന കള്ളനാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, പോട്ടെ മോനെ, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ. പക്ഷേ ചെറുപ്പക്കാരൻ കരച്ചില് നിർത്തുന്നില്ല. മണ്ണുവാരി തലയിലിട്ടുകൊണ്ട് കരയുകയാണ്, മണ്ണുവാരി തലയിലിട്ടുകൊണ്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്ന, ചെറുപ്പക്കാരാ, എന്തിനാ മോനെ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്നെ പോലെ ഒരു പാവി ലോകത്തില്ല നബിയേ, എന്നെ പോലെ
പോലെ പാപം ചെയ്ത ഒരാൾ ഈ ലോകത്തില്ല. അല്ലാഹു എനിക്ക് പുറത്തു തരില്ല നബിയേ, ഞാൻ അത്രയും വലിയ കൊടും പാപം ചെയ്തവനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അത്രയും വലിയ എന്ത് പാപമാണ് നീ ചെയ്തത്? ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ നാട്ടില് ഒരു സ്വാലിഹത്തായ പെണ്ണു മരിച്ചു നബിയേ. ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് മരിക്കുകയാണ്. അവളുടെ ജനാസ കൊണ്ടുപോയി കബറടക്കി. സാധാരണ പോകുന്നത് പോലെ രാത്രിയിൽ ചെന്ന് കഫൻ തുണികൾ അടിച്ചെടുത്തു. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് ആ പെണ്ണിന്റെ ശരീരം ഓർമ്മ വന്നു നബിയേ. ഒരു നൂൽബന്ധം പോലുമില്ലാതെ ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. ഞാൻ അവളെ കേറി പിടിച്ചു നബിയേ. ഉമർ തങ്ങളുടെ ബോധം കെട്ടി വീഴുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈകാലുകൾ അങ്ങ് തളർന്നു പോയി. നബി തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്, കണ്ണുനീര് താടിരോമത്തിലൂടെ ഒഴുകുന്നുണ്ട്. കാരണം മരിച്ചുപോയ ജനാസയ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് വെച്ച് വ്യഭിചരിച്ചവരാ. ഈ ചെറുപ്പക്കാരൻ നബി തങ്ങളോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് ഫഹല്ലി മിനത്ത് തൗബ, എനിക്ക് തൗബയുണ്ടോ നബിയേ? അല്ലാഹു പുറത്തു തരുമോ നബിയേ? നിബിതങ്ങള് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ പെങ്ങള്? ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരല്ലേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തവരല്ലേ, ജീവിതത്തിൽ ഒരുപാട് ആവശ്യമുള്ളവരല്ലേ. അത്രയും വലിയ പാപം ചെയ്ത ചെറുപ്പക്കാരനോട് നിബിതങ്ങള് പറഞ്ഞ മറുപടി, മോനെ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടിരുന്ന് കരയടാ. പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചിറപ്പിനോട് നീ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യ്. ഒന്നാം ആകാശത്തിൽ വന്ന് അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ. ആർക്കാ വേണ്ടത്? ആർക്കാ വേണ്ടത്? വേണ്ടവരെന്നോട് ചോദിക്കടോ, വേണ്ടവരെന്നോട് ചോദിക്കടോ. നിനക്ക് പണം വേണോ? അധികാരം വേണോ? സമാധാനമുള്ള ജീവിതം വേണോ? കച്ചവടത്തില് ബർക്കത്ത് വേണോ? മക്കളെ നന്നാകണോ? ഈമാനുള്ള മരണം വേണോ? സ്വർഗം വേണോ? നരകമോചനം വേണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒന്നാം ആകാശത്തിൽ വന്നിട്ട് അല്ലാഹു ഭൂമിയിലേക്ക് നോക്കിയിരിക്കുകയാ. വേണ്ടത് ചോദിക്ക്, ഞാൻ തരാ. ആ ചോദിക്കേണ്ട സമയമാണ് തഹജ്ജുദിന്റെ സമയം. അതുകൊണ്ട് റമളാൻ മാസത്തിൽ 30 ദിവസവും എഴുന്നേക്കുന്നവരല്ലോ. ഒരു 5 മിനിറ്റ് ഇല്ലേ വാപ്പാ? ഒരു 5 മിനിറ്റ് മാറ്റി വെക്കടാ ചെറുപ്പക്കാരാ. എന്റെ ഉമ്മ പെങ്ങളോട് പറയുകയാണ്, ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവനോട് ദുആ ചെയ്യൂ. ഒന്ന്, നീ ഉദ്ദേശിക്കാത്ത പ്രതിഫലമാണ്. നിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ നീ ചിന്തിക്കുന്നതിന്റെ അപ്പുറമാണ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലം. 2, ആ സമയത്ത് ദുആയിക്ക് ഉത്തരമുണ്ട്. ആ സമയത്ത് ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 3, അങ്ങനെ ഒരു സ്വഭാവം നിനക്കുണ്ടോ? അല്ലാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാ. നീ ഉറപ്പിച്ചോ, ഈ ലോകത്തിന്റെ അധിപനായ അല്ല നിന്നെ സ്നേഹിക്കുന്നുണ്ട് വാപ്പാ. ചെറുപ്പക്കാരാ, അല്ല നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പെങ്ങളെ, അല്ല നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മുസ്ലിയാരങ്ങാടി പള്ളിയുടെ പറമ്പിൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തിലൂതുമ്പോ ആ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. ഉപ്പയ്ക്ക് വേണ്ട, ഉമ്മയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, കൂടപ്പറപ്പിന് വേണ്ട, ഒരാളും തിരിഞ്ഞു നോക്കാത്ത അല്ലാഹുവിന്റെ പരലോകമുണ്ടല്ലോ.
ആ പരലോകത്ത് രണ്ടുപേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. സ്ഥാനാർത്ഥി എന്ന് വണ്ടിയുടെ മുകളിൽ നിന്ന് കൈ കാണിച്ചിട്ട് പോകുന്നത് കാണുന്നവരല്ലേ? എല്ലാവരും കാണാൻ ഉയരമുള്ള സ്ഥലത്ത് കയറി നിൽക്കുമല്ലോ. ചെറുപ്പക്കാരാ, ഇതുപോലെ അള്ളാന്റെ കോടതിയിലെ തല ഉയർത്തി നിൽക്കുന്ന രണ്ട് വിഭാഗമുണ്ട്. അവരുടെ തലയ്ക്ക് വല്ലാത്ത നീളമാ, അവരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. വണ്ടി പോകുമ്പോ സ്ഥാനാർത്ഥിമാരൊക്കെ കൈ കാണിച്ചു പോകുന്നില്ലേ? നൽകുമാറാകട്ടെ, ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെ പോലെ എന്നെ തന്നെ ഇപ്പൊ ഈ നീളമുള്ള എന്നെ കണ്ടല്ലോ, 6 അടി നീളമുള്ള ഏനാദ്രം ഇരിക്കുന്നില്ലേ? എനിക്ക് നല്ല ഹൈറ്റ് അല്ലേ? ചിലർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വലിയ അലർജിയാ. ഹൈറ്റ് നല്ലതാടോ, ഇങ്ങനെ ഉയർന്നു നിൽക്കും. അള്ളാഹിക്ക് ഇഷ്ടമുള്ളവനല്ലേ അള്ളാഹ് മുകളിലോട്ട് പൊക്ക. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ എന്നും പറഞ്ഞ് ഉയരമില്ലാത്തവര് സാധാരണ ആൾക്കാരൊന്നും അല്ലട്ടാ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മളൊരാളെ വിലയിരുത്താൻ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ തന്നെ കണ്ടില്ലേ, ഈ മുടിയൊക്കെ ഇങ്ങനെ വെട്ടാതെ വളർത്തി കീറിയ പാൻറ്റുമൊക്കെ ഇട്ട് നടക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ വിമർശിക്കാറുണ്ട്. അവരുടെ കൂട്ടത്തിൽ നല്ലവരുണ്ടോ? ഈ മുടി വളർത്തിയ കട എല്ലാ ചെറുപ്പക്കാരും മോശക്കാരൊന്നുമല്ല. കീറിയ പാൻറ്റിട്ടപ്പന്മാർ മുഴുവനും കഞ്ചാബും കള്ളുവാന്ന് കരുതരുത്. നല്ല മക്കളും അവരുടെ കൂട്ടത്തിലുണ്ട്. ഈ മുടിയൊക്കെ വളർത്തിയ കുട്ടികൾ. ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, ഞാൻ ചോദിച്ചു എന്താ മുടി വെട്ടി? ഉസ്താദേ, ഈ മുടി ക്യാൻസർ രോഗിക്ക് വേണ്ടിയാണ് ഞാൻ വളർത്തുന്നത്. അള്ളാഹു പൊന്നുമോന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇവിടെ നല്ല മക്കളുമുണ്ട്, എല്ലാം കള്ളം കഞ്ചാവൊന്നുമല്ല. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന എത്രയോ വിദ്യാർത്ഥികളുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് മൊബൈൽ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരു മുടി വളർത്തിയ ഒരു പയ്യൻ ഖുർആൻ ഓതുന്ന ഒരു വീഡിയോ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ആരോ ഒരാൾ ചുമ്മാതെ ഇങ്ങനെ ഓതിക്കുന്നു. ഒരു പയ്യൻ വന്നിട്ട് സൂറത്തു റഹ്മാനാണെന്ന് തോന്നുന്നു. എന്നോ മനോഹരമായ ശൈലിയിൽ ആ പൊന്നുമോൻ ഖുർആൻ ഓതുന്നു. രണ്ടാമതൊരുത്തം വന്ന് ഖുർആൻ ഓതുന്നു. പക്ഷെ വസ്ത്രത്തിലൊന്നുമില്ല, ഈ പാൻറ് ഉടുപ്പൊക്കെ തന്നെ. എങ്കിലും അൽഹംദുലില്ലാഹ് ഖുർആനൊക്കെ ഓതാൻ അറിയുന്ന എത്രയോ നല്ല മക്കളുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. ദുനിയാവിൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കി തരുമാറാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുടി വളർത്തി നടക്കണ്ടാട്ടാ. ഉസ്താദിനി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വളർത്താൻ വിടണ്ട. മുടി വെട്ടണം, വളർത്തിക്കൊണ്ട് നടക്കരുത്. അത് ശരിയല്ല. ഉമ്മാനെ പോലെ മകനും ആവരുത്. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 പേരുടെ തല ഉയർന്നു നിൽക്കും. 2 പേരുടെ തല ഉയർന്നു നിൽക്കും. ആ 2 പേര് ഈ സദസ്സിലുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബോറടിക്കണണ്ട? 9 മണിക്ക് 9:30 വന്നിരിക്കാൻ തുടങ്ങിയതാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ. 12 മണിയായി. ആ 2 പേര് ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ പറഞ്ഞു തരട്ടെ. ആ 2 പേര് തല ഉയർത്തി നടക്കുന്ന 2 പേര് ഈ സദസ്സിലുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ള ആണുങ്ങളൊക്കെ ഒന്ന് കൈവക്കിക്കേ. ബാക്കിയുള്ളൊരു മത്സരത്തിൽ പോലും പങ്കെടുത്തിട്ടില്ലേ അപ്പ? തല ഉയർത്തി നിൽക്കുന്ന 1ാമത്തെ മനുഷ്യൻ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരടോ? എന്നാ ഇപ്പൊ ആ ചങ്ങാതിക്ക് വല്ല വിലയുണ്ടോ? ഇപ്പൊ പള്ളിയിൽ ബാങ്ക് വിളിക്കുക മുക്കറി എന്താ അങ്ങനത്തെ വിളിക്കുക മുക്കറിന്ന്. പള്ളിയിലെ ഖത്തീബിന് വലിയ വിലയാ. ആ സാധുവിനെ ആരെങ്കിലും പരിഗണിക്കാറുണ്ടോ? ഉണ്ടോ? എന്നാൽ എടോ, ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ പള്ളിയിലെ ഇമാമല്ല. ഞാൻ കുറച്ച് കാണിച്ചല്ല. ബാങ്ക് വിളിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ മത്സരം എവിടെ നടന്നേനെ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലല്ല, നിയമസഭയിലേക്കല്ല. എന്തിന്? പള്ളിയിലെ ഇമാമിനല്ല, പള്ളിയിലെ ബാങ്ക് കമ്മിറ്റിക്കാരനാകാനല്ല, ബാങ്ക് വിളിക്കാൻ വേണ്ടി മത്സരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ബാങ്ക് വിളിക്കുന്ന മനുഷ്യൻ ആ മുഅദ്ദിനിന്റെ തല ഉയർന്നു നിൽക്കും. വല്ലപ്പോഴും മുഅദ്ദിന് വല്ലതും കൊടുത്തിട്ട് കാക്ക ഒരവസരം എന്താന്ന് പറഞ്ഞ് കയറി ഒന്ന് വിളിക്കണം. സുബഹിക്കാകുമ്പോൾ തെറ്റിയാലും ആരും അറിയത്തില്ല. തെറ്റിയാലും അറിയോ? ഇന്നത്തെ സുബഹി ബാങ്ക് കേട്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എന്തായാലും ഇടയത്താഴത്തിന് ഖാന അടിക്കുക എഴുന്നേറ്റപ്പം കേട്ടതല്ലേ, ഭക്ഷണത്തിന് വേണ്ടിയല്ല. അല്ലെങ്കിൽ കേൾക്കോ? അപ്പൊ ഞാൻ പറ തെറ്റിയാലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ എനിക്ക് പള്ളിയിൽ പോയി വിളിക്കാൻ പറ്റത്തില്ല, കമ്മിറ്റിക്കാരുടെ നിയമമാ, മുഅദ്ദിനല്ലാതെ വേറെ ആരും വിളിക്കാൻ പാടില്ല. വേണ്ട, നിനക്ക് നിസ്കരിക്കുമ്പോൾ വിളിക്കാമല്ലോ. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ബാങ്ക് കാമത്തും കൊടുക്കണ്ടേ? ഇനി വേണ്ട. താത്ത വിചാരിക്കും, സിറാജ് ഞങ്ങൾക്കിപ്പോൾ പള്ളിയും ബാങ്കൊന്നും ഇല്ലല്ലോ, ഇല്ലേ? ആരാ പറഞ്ഞ ബാങ്കില്ലെന്ന്? പള്ളിയിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോൾ നീ അതിൻ്റെ ജവാബ് പറയണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നീയും പറയണം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഹയ്യ അലൽ സലാ, ഹയ്യ അലൽ ഫലാ. അല്ലാഹു. അപ്പോൾ നീ ബാങ്ക് വിളിക്കുന്നത് പോലെ നീയും വിളിക്കണം. അതാണ് നിന്റെ ബാങ്ക്.
ആ ബാങ്ക് വിളിക്കുമ്പോ നീ കൂടെ പറയണം. ആ ബാങ്ക് വിളിച്ചു തീരുമ്പോൾ അൽഹംദുലില്ലാ ആ ബാങ്കിന്റെ ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിനക്കും പ്രതിഫലമുണ്ട്. ബാങ്ക് വിളിക്കുമ്പോൾ എവിടെ ഇല്ലേ, പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുന്ന 2 സമയമുണ്ട്. എപ്പോഴൊക്കെയാ താത്താമാരെ? ഒന്ന് പറ. ബാങ്ക് വിളിക്കുമ്പോ തലയിൽ തുണിയിടണമെന്ന് നിർബന്ധമുണ്ടോ? ഫറള? എനിക്കറിയാത്തൊരു ചോദ്യമായി. താത്ത എന്ത് ചെയ്തുകൊണ്ട് നിന്നാലും ബാങ്ക് വിളിക്കുമ്പോൾ ഓടിപ്പോയി തലയിൽ തുണിയിടും. എന്തിന്? അങ്ങനെ നിർബന്ധം വല്ലതും ഉണ്ടോ ഉസ്താദ്? ഇടുവാണെങ്കിൽ എപ്പോഴും ഇടണം. 2 എപ്പോഴാ? രണ്ടാമത് തലയിൽ തുണി ഇടുന്ന എപ്പോഴാ? പറ. എപ്പോഴാ? വഴുതിന് വരുമ്പോഴൊന്നും അല്ല, പിന്നെ ഉസ്താദിനെ കാണുമ്പോൾ. എപ്പോ? ഉസ്താദിനെ കാണുമ്പോൾ തലയിൽ തുണിയിടും. നിർബന്ധമുണ്ടോ? ഫറലാണോ? ഞാൻ ചോദിക്കുന്നത്, ഉസ്താദിനെ കാണുമ്പോഴും ബാങ്ക് വിളിക്കുമ്പോഴും തലയിൽ തുണി ഇടണമെന്ന് എന്താ ഇത്ര ഫറല്? ബാക്കിയുള്ള സമയത്തൊന്നും വേണ്ടേ? ഒരു നിർബന്ധവും ഇല്ല. ഇടുവാണെങ്കിൽ മൊത്തം ഇടണം. ആ 2 അതൊക്കെ തലയിൽ അങ്ങോട്ട് തുണിയെടു. എന്തൊരു ബഹളം എന്നറിയോ? എടുക്കടി ഇങ്ങോട്ട്. ബഹളം വെച്ച് തുണി അങ്ങോട്ട് എടുക്കും. എന്നിട്ട് പടച്ചനെ ഇങ്ങനെ ഇട്ടങ്ങോട്ട് ഭാര്യ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കും. ചിലപ്പോൾ ഉമ്മായും മോളും 50-50 ആയിരിക്കും. നടിച്ചോടി ഇങ്ങനെ രണ്ടുപേരും കൂടെ. ബാങ്ക് വിളിച്ചു തീർന്നു, കഴിഞ്ഞു, എന്നാ അസ്സലാമു അലൈക്കും പോട്ടെ, കഴിഞ്ഞു. എന്തിന്? അങ്ങനാണോ? അങ്ങനെ ഇടരുത് കേട്ടോ. അത് കളിയാക്കല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾക്കറിയോ അതിന്റെ പ്രത്യേകത എന്താണെന്ന്? ബാങ്കുമായി ബന്ധപ്പെട്ടൊരു അറിവ് പഠിപ്പിച്ചു തരാം. ബാങ്ക് വിളിച്ചു തീർന്നു. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്. ദുനിയാവിന്റെ ഒരു കാര്യവും പറയരുത്. എന്റെ ശിക്ഷ? മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പെങ്ങളെ ഒരു അറിവ് പഠിച്ചോ. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുകയാണ്. ആ മുഅദ്ദിൻ വിളിക്കുമ്പോൾ നീ അതിന്റെ ജവാബ് പറയുകയാണ്. ആ ബാങ്ക് വിളിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുകയാണ്. നീ ആ ബാങ്ക് മുഅദ്ദിൻ വിളിക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫിയ വബഅസുഹു മഖാമൻ മഅമൂദൻ الذي وعدته وارزقنا شفاعة يوم القيامة. അറിയുമോ പെങ്ങള് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്കിന്റെ ജവാബ് പറഞ്ഞു. നിബിതങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് ഈ ദുആ ചെയ്താ എന്തിനാ ഉമ്മ പേടിക്കുന്നത്? എന്തിനാ വാപ്പാ പേടിക്കുന്നത്? ആരാരും സഹായിക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് നിലവിളിച്ചു കൊണ്ട് നിൽക്കുമ്പോ നിബിതങ്ങളെ വിളിക്കുന്നു, വാടാ സിറാദേ, വാടാ, നിനക്ക് ഞാൻ വാങ്ങിത്തരാ സ്വർഗം. വജബതു ലഹു ശഫാഅതി. ആര് മറന്നാലും നബിതങ്ങൾ മറക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്റെ കൈ പിടിച്ച് നബിതങ്ങളുടെ കൂട്ടുകാരനാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.